കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി 11 ദിവസം പിന്നിട്ടു. ഇന്നലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് 50ഓളം അവശ്യ മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. മരുന്നുക്ഷാമം മൂലം ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് വൃക്ക രോഗികളാണ്. കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ ഡയാലിസിസ് അതിനുള്ള മരുന്നുകളും കിട്ടാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും കൂട്ടിരിപ്പുകാരുമൊക്കെയാണ്. ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ ആദ്യം കടക്കും. ഈ മാസം 10 മുതലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കരാറുകാർ നിർത്തിയത്. ജൂൺ മുതൽ ഒക്ടോബർ വരെ മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വിതരണം ചെയ്ത കണക്കിൽ 80 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. സമവായ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും കുടിശ്ശിക നൽകാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് കരാറുകാർ പറയുന്നത്. വിവിധ അസുഖങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ കഴിഞ്ഞ 11 ദിവസമായി മരുന്ന് ക്ഷാമം മൂലം വലയുകയാണ്. ഇതിന്റെ പ്രധാന ഇരകളാണ് ഡയാലിസിസ് രോഗികൾ. ഡയാലിസിസ് രോഗികൾ ഇപ്പം ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എംപാനൽ ചെയ്ത ഹോസ്പിറ്റലിലൊക്കെ അത് ക്യാൻസലാക്കുക ഇപ്പോൾ. കാരണം ഫണ്ട് ഡ്യൂ ആയത് കാരണം വളരെ പ്രയാസപ്പെടാണ്. ഡയാലിസിസ് രോഗികളുടെ കാര്യം നിങ്ങൾക്കറിയാം, സമാസമയം വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത രോഗികളാണ്. അവരൊക്കെ ശരിക്കും വളരെ പ്രയാസപ്പെടുകയാണ്. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിൻ്റെത് നിലവിലുണ്ടായ പ്രശ്നം അത് സ്വകാര്യ മേഖലയിൽ കിട്ടാത്തൊരു സാധനമാണ് ഫ്ലൂയിഡ്. അത് താലൂക്ക് ഹോസ്പിറ്റലിൽ, ജില്ലാ ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജ് ഇവിടുന്ന് മാത്രമേ കിട്ടൂ. അതിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ കാരണം ഈ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള ഫ്ലൂയിഡിന്റെ ലഭ്യതക്കുറവും കാരുണ്യ ഫാർമസികളിലെ മരുന്ന് ക്ഷാമവും അഭിമുഖീകരിക്കുന്നതിനിടയിലാണ് ഏക ആശ്രയമായിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മരുന്ന് കിട്ടാക്കനിയായത്. ഞങ്ങൾ സത്യത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം വൃക്കരോഗികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, ഒരു സമരമുഖത്തൊന്നും പോയി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ രോഗികളാണെങ്കിലും കൂടി ഞങ്ങൾ അതിന് തുനിയേണ്ടി വരും എന്നാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രശ്നം പരിഹാരം ആവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി സഹകരിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് സർക്കാർ. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 50 ഇന മരുന്നുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 105 ഇന മരുന്നുകൾ കൂടി എത്തിക്കുമെന്ന് സർക്കാർ പറയുന്നു. സാധാരണക്കാരെ വലയ്ക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. 1-2 ദിവസമല്ല, കഴിഞ്ഞ 11 ദിവസമാണ് ഈ മരുന്നുക്ഷാമം മൂലം ജനങ്ങൾ അവിടെ വലയുന്നത്. അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ ഒരിടത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്താണ് അവിടെ പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വൃക്ക രോഗികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ഡയാലിസിസിന് സൗകര്യമില്ല, സാമ്പത്തിക സൗകര്യമില്ല എന്നുള്ളതാണ്. മുമ്പ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കാരുണ്യ ബലവൻ്റ് ഫണ്ടും, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഏറെക്കുറെ പാവപ്പെട്ട മുഴുവൻ ആളുകൾക്കും സൗജന്യമായ ഡയാലിസിസിന് സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം ആയുഷ്മാൻ ഭാരത് പദ്ധതി സർക്കാർ ഫണ്ട് വരാത്തത് കൊണ്ട് പ്രമുഖ ഹോസ്പിറ്റലൊക്കെ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾ ബുദ്ധിമുട്ടുന്നു. ഈ മരുന്ന് ക്ഷാമം മൂലം പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്ന ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലൂടെ കിട്ടിയിരുന്ന മരുന്ന്, ഡയാലിസിസിന് ആവശ്യമായ ഉപകരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ വൃക്കരോഗികൾ വലിയൊരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി മാറ്റിവെച്ച ആളുകളും ഏതാണ്ട് ഒരു മാസത്തിൽ 10,000 രൂപയോളം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നതാണ്. കേരളത്തിലെ വൃക്കരോഗികൾ, പ്രത്യേകിച്ച് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേര് മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സാധാരണഗതിയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾക്ക് 12,000-15,000 രൂപ വരെ ഒരു മാസം മരുന്ന് കഴിക്കേണ്ടവരാണ്. സാധാരണ കൂലിപ്പണിയും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് മേടിക്കാൻ കഴിയാതെ, മരുന്ന് കഴിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്ത് വഴി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ വഴി സൗജന്യമായി ബ്രാൻഡഡ് മരുന്നുകൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്ക് കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ്. ഡയാലിസിസ് 2 തരം ഡയാലിസിസ് ആണുള്ളത്, ഹ്യൂമോ ഡയാലിസിസും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസും. പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഫ്ലൂയിഡ് ലഭ്യത കുറവ് വലിയ ബുദ്ധിമുട്ടുണ്ട്.
മറ്റുള്ള ഡയൽ സെൻറ്ററുകളിലൊക്കെ ഹ്യൂമോ ഡയാലിസിസ് ചെയ്യുന്ന ഡയൽ സെൻറ്ററുകളിലൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് വേക്കൻസി ഇല്ലാണ്ട് വെയിറ്റിംഗ് ലിസ്റ്റാണ് പല ഡയൽ സെൻറ്ററുകളിലും. അപ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിൻ്റെ ഫ്ലൂയിഡ് ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വീടുകളിൽ നിന്ന് തന്നെ ഡയാലിസ് ചെയ്യുന്ന പദ്ധതിയാണ് അത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ആ ഫ്ലൂയിഡും ലഭ്യമല്ലാത്തത് കൊണ്ട് ഒരുപാട് കിടപ്പ് രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഈ രോഗികൾക്ക് ലഭിക്കാത്തത് വലിയൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിഡ്നി രോഗികൾ ഒരു അസുഖമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഒരു ജോലിക്കൊന്നും പോകാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അധ്വാനിച്ചിട്ട് ഒരു ചികിത്സാ ചെലവ് വഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ വഹിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സഹായങ്ങളും നിലവിൽ കിട്ടാത്തത് വലിയ ഒരു സങ്കടം തന്നെയാണ്. അപ്പോഴതാണ് അവിടുത്തെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ എനിക്ക് തോന്നുന്നത് ഈ വിതരണക്കാർ ഈ മരുന്ന് വിതരണം നിർത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയും നമ്മൾ ഇതേ പരിപാടിയിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ വളരെ സമഗ്രമായി ഒരു റിപ്പോർട്ട് നൽകിയതാണ്. ആ പ്രശ്നത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് അന്ന് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഇപ്പോഴിത് സങ്കീർണമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 11 ദിവസമായി അവർ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല.